നമസ്കാരം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പൊക്കെ കഴിഞ്ഞെങ്കിലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളും ഒക്കെ ഇങ്ങനെ വ്യാപകമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ വല്ല കഴമ്പുണ്ടോ, എന്താണ് ഇതിന് നിജസ്ഥിതി എന്നൊക്കെ നമ്മളൊന്ന് ചർച്ച ചെയ്യുകയാണ്. നമ്മോടൊപ്പം കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി ഫുട്ബോൾ നിരീക്ഷകൻ ഷിഹാബ് സാറുണ്ട്. വെൽക്കം ഷിഹാബ് സാർ. വേൾഡ് കപ്പ് കഴിഞ്ഞതിന് ശേഷം കളിയല്ലാതെ കളിക്ക് പുറത്തുള്ള ചില കളികൾ എന്ന രൂപത്തിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സാറിൻ്റെ ശ്രദ്ധയിലത് പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മെസ്സി നടത്തിയ ആ പെപ്ടോക്കിലെ ചില വാക്കുകളാണ് ഇപ്പം പിടിച്ചെടുത്ത് വലിയ വാദമായി വന്നിട്ടുണ്ട്. അതായത് പെപ്ടോക്ക് ഞാനൊന്ന് പറയാം. മെസ്സി പറയുന്നത് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ആ ലോക്കർ റൂമിൻ്റെ വാതിൽ തുറന്നിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അവരൊന്ന് സംസാരിക്കാം. അതിൽ മെസ്സി പറയുന്നുണ്ട്, കാം ഡൗൺ ഗൈസ്, കാം ഡൗൺ, കാം ഡൗൺ, മറ്റെല്ലാം മറന്നേക്കും, നമ്മൾ കളിക്കാൻ വേണ്ടി പോവുകയാണ്, സോ എല്ലാം മറന്ന് നമ്മൾ ഗ്രൗണ്ടിൽ കളിക്കണം. ഈ ഒരു രൂപത്തിലുള്ള ഒരു ഇതാണ് അവിടെ മെസ്സി കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെ ടീം അങ്ങനെ നടന്ന് ഗ്രൗണ്ടിലേക്ക് പോവുകയാണ്, ടണലിലേക്ക് അങ്ങനെ നടന്നു പോവുകയാണ്. പക്ഷെ അതിൽ മറ്റെല്ലാം മറന്നേക്കൂ എന്ന് പറഞ്ഞത് പിടിച്ചിട്ട് ഇതിൻ്റെ മുമ്പ് എന്തോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് വരുമ്പോൾ എൻസോ ഫെർണാണ്ടസിൻ്റെ മുഖം വിവരണമാണ്. അതുപോലെ ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ മുഖം അത്ര നല്ല രൂപത്തിലല്ല. അപ്പോൾ എന്തോ സംഭവിച്ചു, ഞങ്ങളുടെ അർജൻറ്റീന ഇങ്ങനെയല്ല ഗ്രൗണ്ടിൽ കളിക്കേണ്ടത്, തോറ്റു കൊടുത്തതാണ് എന്നൊരു നറേറ്റീവ് വ്യാപകമായി നമ്മുടെ മലയാളത്തിലുള്ള പേജുകളിൽ മാത്രമല്ല, ഇത് അന്താരാഷ്ട്ര തലത്തിൽ ഇങ്ങനെയുണ്ട്. അതുകൊണ്ടാണ് TYC സ്പോർട്സും മുണ്ടോ ഡിപ്പോർട്ടിയും ഒക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും പിന്നെ നമ്മുടെ സ്കലോനിയും അർജൻറ്റീനയുടെ താരങ്ങളും ടാപ്പിയും ഒക്കെ അതിനോട് പ്രതികരിക്കുകയൊക്കെ ചെയ്യേണ്ടി വരുന്നത്. എന്താണ് സാറിന് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? എനിക്കും ഇതേപോലെ പല ഗ്രൂപ്പുകളിൽ നിന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു, പോസ്റ്റുകൾ, വോയിസുകളൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഇതിനൊക്കെ കൗണ്ടർ ചെയ്തിട്ടൊക്കെ വോയിസ് ചെയ്യുക, അതേപോലെ തന്നെ ഉള്ള പണി തന്നെ കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. എന്താണ് ഇപ്പോൾ ഇതിനൊക്കെ പറയാം? നമ്മൾ അർജൻറ്റീന പറഞ്ഞ ടീം ആക്ച്വലി പെപ്റ്റാക്ക് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ഷോർട്ട് ടൈമിൽ ഒരു ടൈമിന് മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ നൽകുന്ന രീതിയിലുള്ള സംസാരമാണ്. അപ്പോൾ അതിൽ ഇങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ നമ്മൾ വളച്ചൊടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കിപ്പോൾ അർജൻറ്റീനയുടെ അതേപോലെ തന്നെ ലയണൽ മെസ്സിയുടെ ഒരു അവസാന വേൾഡ് കപ്പ് ആയിരുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെസ്സി വേൾഡ് കപ്പിൽ കളിക്കുന്നത് തന്നെ നമ്മൾ വിചാരിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും മെസ്സി തീരുമാനിക്കുക ഈ വേൾഡ് കപ്പിൽ ഏറ്റവും മികച്ച രീതിയിൽ വേൾഡ് കപ്പ് നന്നായിട്ട് കളിച്ചിട്ട് അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ അർജൻറ്റീനയുടെ കഴിഞ്ഞ വർഷം ഈ വർഷം എന്നുള്ള വ്യത്യാസം, കഴിഞ്ഞ വർഷം ടീം ഒന്നും കൂടി യങ്ങായിരുന്നു, ഈ വർഷത്തിലേക്ക് വന്നപ്പോൾ കുറച്ചൊരു ഏജിങ് ടീമാണ്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യവും പെർഫെക്റ്റ് ടീമാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഒരു കോഴ്സ് ഉണ്ടായിരുന്നു, അതാണ് മെസ്സിക്ക് വേണ്ടിയിട്ട് പോരാടാൻ പെർഫോം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടീം ഉണ്ടായിരുന്നു. പക്ഷെ ഇതിലേക്ക് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കളിയിലൊരു മൊത്തത്തിലുള്ള ഒരു കളിയിൽ ആ ഒരു രീതിയിലുള്ള ഒരു കില്ലിങ് ഇൻസ്റ്റിക്റ്റ് പ്രകടമായിരുന്നില്ല. പല കളിയിൽ പല കംബാക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഡിസ്കഷൻ നടക്കുന്നുണ്ടാവും, കളികളുമായി ബന്ധപ്പെട്ട് എത്രത്തോളം മെച്ചപ്പെടുന്നതിനെ കുറിച്ചൊക്കെ ഡിസ്കഷൻ നടക്കുന്നുണ്ടാവും. അപ്പോൾ ടോട്ടൽ കളിക്കാർക്കൊക്കെ ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിലൊക്കെ നൽകിയ ഒരു പെപ്ടോക്ക് ആയിരിക്കും സ്വാഭാവികമായിട്ടും, അല്ലേ? അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് പക്ഷേ കളിയിൽ നമ്മൾ ആ രീതിയിൽ പെർഫോം ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സ്പെയിൻ എന്ന് പറഞ്ഞ ടീമിനെ കുറിച്ച് നമുക്കറിയാം. സ്പെയിൻ എന്ന് പറഞ്ഞ ടീം തൊട്ട് മുമ്പുള്ള സെമി ഫൈനലിൽ ഫ്രാൻസിനെ എങ്ങനെയാണ് അവർ അടിച്ച് നിലം പരിശാക്കി നമ്മൾ കണ്ടതാണ്. അപ്പോൾ അർജൻറ്റീനയെ സംബന്ധിച്ച് ഞാൻ ഇപ്പോൾ ഈ വേൾഡ് കപ്പിലെ അർജൻറ്റീനൻ ടീമിനെ ആക്ച്വലി നമ്മൾ ഫ്രാൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ എത്രയോ ക്വാളിറ്റി കുറഞ്ഞ ടീമായിട്ടാണ് നമുക്ക് കണക്കാൻ പറ്റുക. പ്ലെയേഴ്സ് ഉണ്ട്, കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഫൈനൽ കളിച്ചുള്ള പ്ലെയേഴ്സ് തന്നെയാണ്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഈ വേൾഡ് കപ്പിലെ ടീം എന്നുള്ള നിലയിൽ കൂടുതലും അർജൻറ്റീനയുടെ തിരിച്ചുവരവ് എന്ന് പറഞ്ഞത് മെസ്സി ഇൻസ്പയർഡ് ആയിരുന്നു. മെസ്സി പ്രചോദിപ്പിച്ചിട്ട് അങ്ങനെ തിരിച്ചു വന്ന കളികളായിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത്. അതായത് മെസ്സിയുടെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ആയിരുന്നു കൂടുതലായിട്ട് പ്രകടമായിട്ടുള്ളതാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങനെയുള്ള ഒരു ടീം, സ്പെയിൻ എന്ന് പറഞ്ഞ ടീമായിട്ട് സ്വാഭാവികമായിട്ടും എന്ന് പറയുന്ന ഒരു അർജൻറ്റീന കളിക്കാൻ അവർ അനുവദിച്ചില്ല. അവർ നാച്ചുറലായിട്ട് കളിക്കാൻ അനുവദിച്ചതല്ല, അതിനപ്പുറം വേറൊന്നും നമുക്കതിൽ പറയാനില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ വാദങ്ങൾ ഞാൻ ഓരോന്നോരോന്നായിട്ടൊന്ന് പറയാം. ഒന്ന്, ഇങ്ങനെ അത്ര നല്ല ഒരു മൂഡിലല്ല താരങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വരുന്നത്, മെസ്സി എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്നുള്ളൊരു ചോദ്യം. അതുകൂടാതെ അർജൻറ്റീനയുടെ താരങ്ങളുടെ ഫാമിലി കളി കാണാൻ വന്നില്ല, ലെജൻഡുമാർ വന്നില്ല, പ്രസിഡൻറ്റ് വന്നില്ല, അതൊക്കെ എന്തുകൊണ്ടാണ്, ഇങ്ങനെയൊക്കെയുള്ളതാണ് പിന്നെയുള്ളൊരു ചോദ്യം. പിന്നെ കുറേ ബാലിശമായ വേറെ കാര്യങ്ങളുണ്ട്. ഒന്ന്, എന്തുകൊണ്ടാണ് ലിസാൻഡ്രോ മാർട്ടിനസും ക്യൂട്ടോ റൊമേറോയും പരിക്ക് പറ്റിയാൽ പോലും നല്ല രൂപത്തിൽ പോരാടുന്നവരെന്തിനാണ് കളിക്കളം വിട്ടത്? കളിക്കളം വിടുന്ന സമയത്ത് അവർക്ക് വേദനയുടെ മുഖഭാവമൊന്നും കാണുന്നുണ്ടായിരുന്നില്ലല്ലോ. ലൗട്രോ മാർട്ടിനസിനെ എന്തുകൊണ്ട് ഇറക്കിയില്ല? കഴിഞ്ഞ കളിയിലൊക്കെ ഗോളടിച്ച ലൗട്രോയെ എന്തുകൊണ്ട് കോച്ച് ഇറക്കാൻ തയ്യാറായില്ല?
ഇതുപോലെ ഒരു ഷോട്ട് പോലും എടുക്കാൻ പറ്റാത്തത്ര മോശം ടീമാണോ അർജൻറ്റീന? ഞങ്ങളിത് കരുതുന്നില്ല. ഇത് മനഃപൂർവ്വം തോറ്റു കൊടുത്തതാണ്. പിന്നെ ഫോക്ലാൻഡ് ഐലൻഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ബാനർ സെമി ഫൈനൽ കഴിഞ്ഞപ്പോൾ പിടിച്ചിരുന്നല്ലോ. അപ്പോൾ അത് വലിയ രൂപത്തിൽ രാഷ്ട്രീയ വിഷയമായി. അർജൻറ്റീനക്ക് എതിരെ നടപടിയെടുക്കണമെന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ്റും USA-യും ഫിഫയോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ആവശ്യപ്പെട്ട സമയത്ത് ഫിഫയുടെ മുന്നിൽ ബാൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഫൈനലായതുകൊണ്ട് ടിക്കറ്റൊക്കെ വിറ്റതുകൊണ്ട് ബാൻ ചെയ്യാൻ പറ്റില്ല. അപ്പം ഫിഫ പറഞ്ഞു, ഒന്നുകിൽ അടുത്ത 2 വേൾഡ് കപ്പിൽ നിങ്ങൾ ബാൻ ചെയ്യും, അല്ലെങ്കിൽ ഈ കളി നിങ്ങൾ തോറ്റു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സറണ്ടർ ചെയ്തതാണെന്നാണ് ഇത് കേൾക്കുമ്പോൾ എന്ത് തോന്നുന്നു? നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ, കാരണം നമുക്ക് ഒന്നാമത് നമ്മൾ അർജൻറ്റീന കളി ഇനിയിപ്പോൾ കഴിഞ്ഞതിന് ശേഷം കളിക്കിടയിലൊക്കെ അർജൻറ്റീന പ്ലേയേഴ്സ് കളി കൊണ്ട് സ്പെയിനായിട്ട് മാച്ച് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും അവരെങ്ങനെയാണ് ഫിസിക്കലായിട്ട് പോയിട്ട് നമുക്ക് അറിയേണ്ടത്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഒരു പരാജിത ടീമിന്റെ ഭാവം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചെങ്കിൽ എതിർ ടീം ഒപ്പണന്റ് സ്പെയിൻ ആണെന്നുള്ളതാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഫ്രാൻസിനെ എങ്ങനെയാണ് അവർ തോൽപ്പിച്ചതെന്നുള്ളൊരു കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്പെയിനായിട്ട് ഈ ടീം മാച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ള വിശ്വാസം ഒരു പക്ഷേ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നിരിക്കില്ല. ഇപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ സംഭവമാണ്, സ്പെയിനിൻ്റെ ഒരു കളി വരുമ്പോൾ എങ്ങനെയാണ് സ്പെയിനിൻ്റെ ഒരു മിഡ്ഫീൽഡിലെ അതിനെ മാച്ച് ചെയ്യാൻ പറ്റിയ രീതിയിൽ ഇപ്പോൾ അതേ രീതിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ ഫിസിക്കൽ രൂപത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കളി ഒരു പക്ഷേ എന്ന് പറയുന്നത് ഒരു രസം കൊല്ലിയാകും, അല്ലെങ്കിൽ സ്പോയിലർ ആകും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ എന്താ പറയുക, ഇപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കളി കഴിഞ്ഞതിന് ശേഷം എന്ന് പറയുന്നത് അർജന്റീന പ്ലേയേഴ്സ് ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു അല്ലേ, നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പല ആളുകളായിട്ട് നമ്മൾ കോൺഫ്ലിക്ട്സ്, ഡുവൽസ്, അടി, വീഡിയോയിലൊക്കെ നമ്മൾ പോയിട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലിപ്പോൾ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നമുക്ക് വേറെ ഒന്ന് വാതകത്തിൽ ഇപ്പോൾ പോകുന്നതിൽ ശരിക്കും അർത്ഥമില്ല എനിക്ക് തോന്നുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചെങ്കിൽ അർജന്റീന എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് എന്താ പറയുക, സ്പെയിൻ ടീമിനെ മാച്ച് ചെയ്യാൻ പറ്റുന്ന ടീമായിരുന്നില്ല. ആ രീതിയിൽ കളിയിൽ അവരെ എക്സൽ ചെയ്തിട്ട് ആ രീതിയിൽ നന്നായിട്ട് കളിക്കാൻ പറ്റിയില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് അതൊക്കെ. അതിൻ്റെ അപ്പുറത്തേക്കുള്ളതൊക്കെ വെറും കോൺസ്പിറസി തിയറികൾ മാത്രമാണ്. ഇപ്പോൾ ഈ എന്തുകൊണ്ട് മെസ്സി അങ്ങനെ പറഞ്ഞു, അതായത് എല്ലാം മറക്കൂ, നമുക്ക് ഗ്രൗണ്ടിലിറങ്ങി കളിക്കാം, അതിന് 2 വേർഷൻസാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ളത്. 3 വേർഷൻ എന്ന് പറയാം. അത് ഇതെന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതിന് മെസ്സിയാണ് കൃത്യമായി ഉത്തരം പറയേണ്ടത്, അല്ലെങ്കിൽ മറ്റു താരങ്ങളാണ്. അപ്പോൾ ഇതിൽ ഒരു വേർഷൻ അർജന്റീൻ മാധ്യമങ്ങളൊക്കെ പറയുന്നത്, കളിക്ക് മുമ്പ് വലിയ രൂപത്തിൽ റോഡ്രിയും അതുപോലെ തന്നെ ഐമറിക് ലാപ്പോർട്ടൊക്കെ അർജന്റീനയെ റഫറിമാർ വലിയ രൂപത്തിൽ സഹായിക്കുന്ന തരത്തിലൊരു നറേറ്റീവ് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിൽ അർജന്റീന താരങ്ങൾ വല്ലാതെ അതിനോട് ദേഷ്യത്തിലായിരുന്നു. കളി കഴിഞ്ഞിട്ടും ഓട്ടോമെൻ്റി അത് പോയിട്ടാണ് തോറ്റ് നിൽക്കുമ്പോഴും റോഡ്രിയോട് പോയിട്ട് പറയുകയാണ്, നീയും ലാപ്പോർട്ടും ഒരാഴ്ചയായിട്ട് കരയായിരുന്നു റഫറിമാരെ പറ്റി പറഞ്ഞുകൊണ്ട്, അത് അനുവദിക്കാൻ പാടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ആ ഒരു വിഷയം ടീമിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മറക്ക്, നമുക്ക് കളിക്കാം എന്ന് മെസ്സി പറഞ്ഞതാണ് എന്നാണ് ഒരു വിഭാഗം പറഞ്ഞത്. അതല്ല മറ്റൊരു വിഭാഗത്തിൻ്റെ ഒരു സംസാരം എന്ന് വെച്ചാൽ ഇതെൻ്റെ അവസാന മത്സരമാണെന്ന് മെസ്സി സഹതാരങ്ങളോട് പറഞ്ഞെന്നും, കാരണം ഈ റൂം തുറക്കുന്നതിന് മുമ്പ് സംസാരം വേറെ നടന്നിട്ടുണ്ട്, പറഞ്ഞെന്നും അതിൽ എല്ലാവരും വലിയ രൂപത്തിൽ ഹാർട്ട് ബ്രേക്ക് എന്നുള്ള രൂപത്തിൽ ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് അവരൊന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി എല്ലാം മറക്കെന്ന് പറഞ്ഞാണെന്നും പറയുന്നത്. ഇനി അതുമല്ല, സാധാരണ ഇതിൽ കളിക്കാൻ പോകുമ്പോൾ മറ്റെല്ലാം മറക്ക്, നമുക്ക് കളിയിൽ ആവേശം കൊള്ളാം എന്ന് പറഞ്ഞതാവാമെന്ന് പറഞ്ഞു. ഇനി കരഞ്ഞു എന്ന് പറയുന്ന വിഷയത്തിന് ഇതിനേക്കാൾ വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടാണ് 2021 കോപ്പ അമേരിക്ക ഫൈനൽ മുമ്പുള്ള മെസ്സിയുടെ പെപ്ടോക്ക്. അത് കഴിഞ്ഞ് വരുന്ന താരങ്ങളൊക്കെ ആ രൂപത്തിൽ തന്നെയായിരുന്നു. മെസ്സി അങ്ങനെ ആളുകളെ ഹൃദയത്തിൽ ടച്ച് ചെയ്തുകൊണ്ട് പെപ്ടോക്ക് നടത്താൻ വളരെ വിദഗ്ധനാണ്. അപ്പോൾ ഫുട്ബോളിനെ പറ്റിയല്ലാതെ അതിനപ്പുറത്തേക്കുള്ള ഒരു കാര്യത്തെക്കുറിച്ചും സംസാരിച്ചിട്ടില്ല എന്ന് മെക്കലിസ്റ്ററുടെ പിതാവ് എന്ന് പറയുകയാണ്. അതായത് മെക്കലിസ്റ്റർ പറഞ്ഞു, അലക്സിസ് മെക്കലിസ്റ്റർ ഇദ്ദേഹത്തോട് പറഞ്ഞതായിട്ട് അദ്ദേഹത്തിൻ്റെ പിതാവ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇനി ഫാമിലി വന്നിട്ടില്ല എന്നുള്ളത് ആരോ പടച്ചു വിടുന്ന, നിങ്ങൾ കാണേണ്ടടുത്ത് കണ്ടില്ല എന്ന് മാത്രമേ അതിനുള്ളൂ. അതിനോടല്ല പുറത്തു പോകുന്ന ദൃശ്യങ്ങളും വീഡിയോകളൊക്കെ ചില മാധ്യമങ്ങൾ പുറത്തു വിടുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ പരിക്ക് പറ്റിയ ലിസാൻഡ്രോ മാർട്ടിനസും ക്യൂട്ടോ റൊമേറോ പരിക്കും വെച്ച് കളിക്കാൻ പറ്റൂല. പിന്നെ അവർ മുഖഭാവത്ത് വേദന ഉണ്ടായിരുന്നില്ല എന്നൊക്കെ നിങ്ങൾ എങ്ങനെയാണ് അളക്കുന്നത്? മുഖം കണ്ട വേദന ഇല്ലാതെ അവർ കയറിപ്പോയി എന്നൊക്കെ പറയാൻ. പിന്നെ ഇനി അതുമല്ല, ഇപ്പം ഈ റഫറിയും ഫിഫയും എല്ലാവരും കൂടി അർജന്റീനയെ തോൽക്കട്ടെ, സ്പെയിൻ വിജയിച്ചു എന്നുള്ള രൂപത്തിലാണ് കളി നടത്തിയെന്ന് പറയുന്നവരോട് എന്തിനാണ് പിന്നെ റഫറി ഫസ്റ്റ് ഗോള് നിക്കോ വില്യംസ് അടിച്ച് ഗോള് ഡിസലോ ചെയ്തത് എന്തിനാണ്? അവൻ ഗോള് കൊടുത്താൽ പോരെ, കളി അവിടെ തീരുമായിരുന്നില്ലേ? അപ്പം ഇതെല്ലാം വെറുതെ പറഞ്ഞ്, അതായത് തോറ്റു എന്നുള്ളത് അംഗീകരിക്കാൻ മനസ്സുള്ള ഏതോ
മനസ്സ് പടച്ചുവിട്ട കുറെ കാര്യങ്ങൾ. ഇത്രേ ഉള്ളൂ. ലൂസേഴ്സ് ഫൈനൽ ഇതേപോലെ തന്നെ മറ്റൊരു നെറേറ്റീവ് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ലൂസേഴ്സ് ഫൈനൽ ഇംഗ്ലണ്ട് ഫ്രാൻസ് തമ്മിലുള്ള കളിയിൽ എങ്ങനെ എത്ര ഗോളുകൾ വരിക, ഒരു കളിയിൽ 10 ഗോളുകൾ 6-4 രീതിയിൽ ഗോൾ ലൈനിൽ വരിക. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ വിശദീകരിച്ചത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ നമ്മളൊരു സാധാരണ ടാക്ടിക്കലി ഒന്നുകൂടി ലൂസ് ആവുന്ന മത്സരങ്ങൾ, കോമ്പറ്റീറ്റീവ് അല്ല. ക്വാർട്ടർ ഫൈനൽ ആണെങ്കിൽ നമ്മൾ സെമിയിലേക്ക് എത്താന്നുള്ളതുണ്ടാവും, സെമി ആണെങ്കിൽ ഫൈനലാണെങ്കിൽ ഒരു കപ്പ് എടുക്കുക എന്നുള്ളതുണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള ഒരു ടാക്ടിക്കലായിട്ടുള്ള ഒരുപാട് ആ ഒരു ഡിസിപ്ലിൻ അഡ്ജസ്റ്റ്മെന്റുകളും ഒക്കെ ടൈറ്റ് ആക്കിയിട്ട് കളിക്കുക. സ്വാഭാവിക പ്ലേയേഴ്സിനെ സംബന്ധിച്ച് ഒരു എക്സ്ട്രാ മോട്ടിവേഷൻ ഒന്നുമില്ല ഒരു ലൂസേഴ്സ് ഫൈനൽ. നമുക്കറിയാം ഇപ്പോൾ പ്രൈസ് മണി കുറച്ച് കൂടുതൽ ഉണ്ടാകുന്നുള്ളൂ, പക്ഷേ ഈ പ്ലേയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും വലിയൊരു വിഷയമല്ല. അവരിട്ട് മൂടാനുള്ള പണം അവരെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ പറയുന്നത്, ലൂസായിട്ടുള്ള കളിയായിരിക്കും. ഡിഫൻസ് ആണെന്നുണ്ടെങ്കിൽ മൊത്തത്തിലൊക്കെ കളിക്കുക ഒരു എക്സ്ട്രാ മോട്ടിവേഷൻ. അത് മാത്രമല്ല, അപ്പോൾ ഒരു ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും അൾട്ടിമേറ്റ് ലക്ഷ്യം വെക്കുന്നത് കപ്പ് നേടുക എന്നുള്ളത് തന്നെയാണ്. അതിൽ കുറഞ്ഞൊന്നും കൂടുതലായിട്ടുള്ള അങ്ങനത്തെ അംബീഷ്യസ് ആയിട്ടുള്ളത് തന്നെയാണ്. ഇംഗ്ലണ്ട് ആണെന്നുണ്ടെങ്കിലും ഫ്രാൻസ് ആണെങ്കിൽ ഒന്നുകൂടി കൂടുതലുണ്ടാവും. അപ്പം അങ്ങനത്തെ കളിയിൽ ഏകദേശം അതേ രീതിയിലുള്ള നെറേറ്റീവ്സ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്രേ ഉള്ളൂ. ഇപ്പോൾ അതെ, അത്രേ ഉള്ളൂ. പിന്നെ ഇതിൽ മറ്റേ ഫോക്ക്ലാൻഡിൻ്റെ ഇത് പിടിച്ചതിന് 2 വേൾഡ് കപ്പിൽ നിന്ന് വിലക്കും, അല്ലെങ്കിൽ ഇവിടെ തോറ്റുകയെന്ന് ഫിഫ പറഞ്ഞു. ഇതിനേക്കാൾ ബാലിശമായിട്ടുള്ളൊരു വാദം വേറെ ഉന്നയിക്കാനുണ്ടോ എന്നുള്ളതാണ്. ഇതിനു മുമ്പ് ഇങ്ങനെ ബാനറുകൾ പിടിച്ചവർക്കൊക്കെ ഫിഫ കൊടുത്തിട്ടുണ്ട്. അത് ഏറ്റവും ഒടുവിൽ അങ്ങനെ നടന്നൊരു സംഭവം ഉള്ളത് ഒരു ഒളിമ്പിക്സ് മാച്ചിൽ ജപ്പാനെതിരെയുള്ള കളിയിൽ സൗത്ത് കൊറിയൻ താരം ഇങ്ങനെ പിടിച്ചതാണ്. അതിനടുത്ത കളിക്ക് അദ്ദേഹത്തിന് വിലക്ക് കൊടുത്തു. പിന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ വേൾഡ് കപ്പ് ക്വാളിഫയറിലാണ് വിലക്ക് കൊടുക്കുന്നത് ആ താരത്തിന്, പിടിച്ച താരത്തിന്. അല്ലാതെ ആ രാജ്യത്തിന് അടുത്ത 2 വേൾഡ് കപ്പ് വിലക്കുക എന്നൊക്കെ ഉള്ളത് മഹാവങ്കത്തരം എന്നല്ലാതെ റൂളിനെ കുറിച്ച് ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ട് പറയുന്നതാണ്. പിന്നെ ഫൈനൊക്കെയാണ് ഇതിൽ സാധാരണ ഇടാറുള്ളത്, അല്ലാതെ അതിനപ്പുറത്തേക്ക് ഇതിൽ കാര്യങ്ങളൊന്നും. ഇതൊക്കെ അറിയാതെ തോറ്റത് അംഗീകരിക്കാൻ മടിച്ചുകൊണ്ട് ഫാൻസ് പഠിച്ചുകൊണ്ട്, അത് ഇവിടെ മാത്രമല്ലെന്ന് ഇൻ്റർനാഷണൽ ലെവലിലെ ഈ രൂപത്തിൽ കുറേ ആളുകൾ പ്രചരിപ്പിക്കണം. പക്ഷേ അങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ മെസ്സിയും സംഘവും കളിച്ചത് തോൽവി സമ്മതിച്ചുകൊണ്ട് തോൽക്കാൻ വേണ്ടി കളിച്ചു എന്ന് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ മെസ്സിയും സംഘത്തെയും അവഹേളിക്കലല്ലേ, അറിയാതെയെങ്കിലും ഈ ഫാൻസ് ചെയ്യുന്നത് അവരെ മോശക്കാരാക്കലല്ലേ. എന്താണ് സംശയം? നമ്മൾ കണ്ടതാണ് ഇപ്പോൾ മെസ്സി മെസ്സി എന്ന് പറയുന്നത് ആക്ച്വലി എന്താ, ഈ ടീമിന് വേണ്ടി കൊടുത്തിട്ടുള്ള ആ ബ്ലഡും സ്വെറ്റും എത്രത്തോളാണെന്നുള്ളത്. ഇപ്പോൾ ഒരു സെമി ഫൈനൽ വരെ ഈ അർജൻറ്റീന ടീമിന്, ശരാശരി ടീമിനെ ഈ ഫൈനലിലേക്ക് എത്തുന്നതിൽ മെസ്സി എങ്ങനെയാണ് ആ ഒരു റോൾ, മെസ്സിയുടെ റോൾ എന്താണ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഒരു മെസ്സിയെക്കുറിച്ച് ഇങ്ങനെ ഒരു ഇങ്ങനെയുള്ള ഒരു അക്യൂസേഷൻ, ആരോപണങ്ങൾ, അലിഗേഷൻ, സംഭവങ്ങൾ, കാര്യങ്ങൾ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ മഹാമോശമാണ്. കാരണം വെച്ചെങ്കിൽ മെസ്സി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വേൾഡ് കപ്പ്, ഇപ്പോൾ 3 വേൾഡ് കപ്പിൻ്റെ ഫൈനൽ കളിച്ചൊരു വേൾഡ് കപ്പ് നേടി. അപ്പോൾ അങ്ങനെയുള്ള ഒരു അനശ്വരത, ഇനി വേൾഡ് കപ്പ് നേടിയില്ലെങ്കിലും മെസ്സിയുടെ ലെഗസി എന്ന് പറയുന്നത് ഫുട്ബോൾ ലോകത്ത് എന്ന് പറയുന്നത് അനശ്വരതയുടെ തന്നെയാണ്, യാതൊരു സംശയമില്ല. നമുക്കിപ്പോൾ ഒരു കറൻറ്റ് ഫുട്ബോളിൽ സത്യം പറയണമെങ്കിൽ മെസ്സിയെ അത്രമാത്രം കമ്പയർ ചെയ്യപ്പെടാനുള്ള താരം ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മൾ ഇതുവരെ നമ്മൾ ക്രിസ്ത്യാനോയൊക്കെ താരതമ്യം ചെയ്യുന്നു. എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടിൽ സത്യം പറയേണ്ടതുണ്ടെങ്കിൽ മെസ്സിയെ ഫാർ ബെറ്റർ എന്നുള്ള അർത്ഥം തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഒരു ഫുട്ബോൾ മെസ്സി, അതിൽ നമ്മളൊരു ആത്മാർത്ഥതയെക്കുറിച്ച് ഒരിക്കലും നമ്മൾ സംശയിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമായിട്ടുള്ള സംഭവമാണ്, ആക്ച്വലി അർജൻറ്റീനയുടെ ടീമുമായി ബന്ധപ്പെട്ട് വളരെ ബാലൻസ്ഡ് ആയിരുന്നില്ല. ടീമുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് നമ്മൾ നോക്കൗട്ട് സ്റ്റേജിൽ കടന്നപ്പോൾ എക്സ്പോസ് ചെയ്യപ്പെട്ട ഒരു കാര്യമാണെന്നുള്ളത്. അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ അതിലില്ല. ഇപ്പം ഈ പറയുന്നത് എത്രത്തോളം നാണം കെട്ട പരിപാടിയാന്ന് നോക്കണം. അതായത് മെസ്സി തോൽക്കാൻ വേണ്ടി കളിച്ചു, അല്ലെങ്കിൽ അർജൻറ്റീന ടീം തോൽക്കാൻ വേണ്ടി കളിച്ചു എന്ന് പറഞ്ഞാൽ അവരവരുടെ ബാഡ്ജിന് വേണ്ടിയല്ല കളിക്കുന്നതെന്നും അതിനോടൊരു ആത്മാർത്ഥത ഇല്ലെന്നും പറയുന്നതിന് തുല്യമല്ലേ. ഇതിനേക്കാൾ വലിയൊരു അപമാനം ഈ താരങ്ങളെക്കുറിച്ച് വേറെ പറയാനുണ്ട്. അതാണ് സ്കലോനി ചോദിച്ചത്, നിങ്ങൾ ആരെക്കുറിച്ചാണ് എന്താ ഈ പറയുന്നത്? മാധ്യമങ്ങളോട് ചോദിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ഹോം ടൗണിൽ എത്തിയ സമയത്ത് അദ്ദേഹം കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴേ മാധ്യമങ്ങൾ ഈ വിഷയമാണ് ചോദിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു വിഷയം എടുത്തിട്ടപ്പോൾ സ്കലോനിക്ക് ശരിക്കും ദേഷ്യം വന്നു. അദ്ദേഹം കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരെക്കുറിച്ചാണ് ചോദിക്കുന്നത്? ഇവർ രാജ്യത്തിന് വേണ്ടി എല്ലാം സമർപ്പിച്ച് കളിച്ചു വന്നിട്ട് പറയാണ് ഇങ്ങനെ ഗൂഢാലോചന നടന്ന് ടീം തോൽവി സമ്മതിച്ചു എന്നൊക്കെ പറയുമ്പോൾ വളരെ മോശം കാര്യമാണ്. ടാപ്പി എന്ന് പറഞ്ഞല്ലോ, ഒരുപാട് തിയറികൾ ഇങ്ങനെ പ്രചരിക്കുന്നു. അതിലാടി ഉലയരുത്, കാരണം അത് പച്ചക്കള്ളമാണ്, ഈ താരങ്ങളെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്ന് പറയുന്നത്. അത് മാത്രമല്ല സാർ, ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അർജൻറ്റീന ടീം അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു അവിടെ നമ്മൾ ഇങ്ങനെയുള്ള കലാപം പൊട്ടിപ്പറക്കേണ്ട അർജൻറ്റീന ടീമിലും അർജൻറ്റീന എന്ന് പറയുന്ന രാജ്യത്തുമാണ് സ്വാഭാവികമായിട്ടും. പക്ഷേ ഈ അർജൻറ്റീന ടീം
ഫൈനലിൽ തോറ്റ് ചെന്നിട്ട് പോലും അവർക്ക് നൽകപ്പെട്ട സ്വീകരണം സ്വീകരണമാണ് അല്ലെ. എനിക്ക് തോന്നുന്നു 2022 എത്രമാത്രം സ്വീകരണം നൽകില്ല, അതിലേക്കുള്ള വലിയൊരു സ്വീകരണമാണ് അവർക്ക് നൽകപ്പെട്ടിരുന്നുള്ളതാണ് മെസ്സിൻ ടീമിനും. അപ്പൊ സ്വാഭാവികമായിട്ടും അർജന്റീനക്കാർക്ക് അറിയാം എന്താണ് നടന്നുള്ളത്. ഇതൊക്കെ ആക്ച്വലി ഇതൊരു കോൺസ്പിറസി അല്ലെങ്കിൽ നെറേറ്റീവ്സുകളാണ്, നമ്മൾ വീഴരുത് എന്നുള്ളതാണ്. അതാണ് അത് താരങ്ങൾ അവമാനിക്കുന്ന തുല്യമാണ്. പിന്നെ സ്പെയിനിൻ്റെ രാജാവ് വന്നിരുന്നല്ലോ, എന്തുകൊണ്ടാണ് അർജന്റീനയുടെ പ്രസിഡന്റ് വന്നില്ല എന്നൊക്കെയുള്ളതാണ്. അർജന്റീനയുടെ പ്രസിഡന്റ് നേരത്തെ പറഞ്ഞിട്ട് ഞാൻ കളി കാണാൻ പോകില്ല, ഞാൻ കഴിഞ്ഞ ഫൈനലിന് ഇട്ടിരുന്ന അതേ ഡ്രസ്സൊക്കെ ഇട്ടിരുന്നത്, അതൊരു സൂപ്പർസ്റ്റിഷ്യനാണ്. അങ്ങനെ ചില ആൾക്കാരുണ്ടല്ലോ, അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ അതുപോലും അറിയാതെ ഇങ്ങനെ അങ്ങ് അടിച്ചങ്ങ് ഇറക്കുകയാണ്. ദയവ് ചെയ്ത് ആ പരിപാടി നിർത്തണം. പിന്നെ സാറ് പറഞ്ഞാണ് അതിൻ്റെ കാര്യം, ഈ സ്പാനിഷ് ടീമിൻ്റെ ക്വാളിറ്റിയോട് മാച്ച് ചെയ്യാൻ അർജന്റീന ടീമിന് കഴിഞ്ഞില്ല. റോബർട്ടോ അയാളെയും പറഞ്ഞിട്ടുള്ളൊരു കാര്യം അതാണ്. ബ്രസീൽ ഇതിഹാസം റൊണാൾഡോ കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ പറഞ്ഞ കാര്യം ഒന്നുകൂടി കൃത്യമാണെന്ന് തോന്നുന്നുണ്ട്. അർജന്റീന ശരിക്കും സ്പെയിൻ ടീമിന് മുന്നിൽ തകർന്നടിഞ്ഞു. ഈ ഒരു ഗോളല്ല, ഇതിലധികം ഗോളുകൾക്ക് സ്പെയിൻ ജയിക്കുന്ന ഞാൻ കരുതിയത്. കാരണം ഈ രണ്ട് ടീമുകളുടെ ക്വാളിറ്റി വ്യത്യാസമുണ്ട്. അർജന്റീന ഒരിക്കലും ഒരു ഭംഗിയുള്ള നല്ല ഫുട്ബോൾ കളിച്ചിട്ടില്ല. അതിന് പകരം അവരുടെ ഒരു മനസാന്നിധ്യം കൊണ്ട്, ഗ്രിറ്റ് കൊണ്ട് ഒക്കെ പോരാടി നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു സൂപ്പർ പ്ലെയർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കളി ജയിക്കാം, പക്ഷെ അതുകൊണ്ട് മാത്രം വേൾഡ് കപ്പ് ഒരു കിരീടം നേടിക്കൊള്ളണമെന്നില്ല. അതിന് നല്ലൊരു ടീം വേണം എന്ന് റൊണാൾഡോ പറയുന്നുണ്ട്. റൊണാൾഡോ ഫെനോമിനോ അത് തന്നെയല്ല അതിൻ്റെ ഒരു യാഥാർത്ഥ്യം, യാതൊരു സംശയമില്ല. പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ അർജന്റീന ടീം ഫൈനലിൽ എത്തിയെന്ന് പറയുന്നത് വലിയൊരു കാര്യമായിട്ടാണ് കാണുന്നത്. കാരണം നമ്മളിപ്പോൾ നോക്കൗട്ട് സ്റ്റേജ് കഴിഞ്ഞപ്പോൾ കേബോർത്തിയുടെ കളി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ വിലയിരുത്തിയാണ് ഈ അർജന്റീന ടീം എത്രത്തോളം ഒരു വളരെ കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരുന്നു, ഓരോ കളി പുരോഗമിക്കുന്നു. കാരണം കേബോർത്തി എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ പറയാവുന്ന നോക്കൗട്ട് സ്റ്റേജിലേക്ക് കടക്കാവുന്നതിൽ ഏറ്റവും മിന്നോസ് ആയിട്ടുള്ള ടീമാണ് അല്ലേ, വളരെ ചെറിയൊരു ടീമാണ്. അപ്പം സംഭവം സ്പെയിനായിട്ട് ഫസ്റ്റ് കളിയിലൊക്കെ ഡ്രോ ചെയ്തൊക്കെ ശരിയാണ്. അത് ബൊസീനിയുടെ പെർഫോമൻസ് ഒക്കെ ഉണ്ട്, ഡിഫെൻസീവായിട്ടുള്ള അങ്ങനത്തെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ അർജന്റീനക്ക് വളരെ അനായാസം ഒരുപക്ഷെ അടുത്ത റൗണ്ടിൽ കടന്നു പോകാവുന്ന ടീമായിരുന്നു. പക്ഷെ ആ ഇതിലും ആക്ച്വലി നമ്മൾ അർജന്റീനയുടെ പെർഫോമൻസ് നമ്മൾ കണ്ടതാണ് അല്ലേ. നമ്മളൊരു ഗോൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും അടുത്ത അവരെ കളിക്കാൻ അനുവദിക്കുന്ന കളിയിലേക്ക് തിരിച്ചു വരാനുള്ള കോൺഫിഡൻസ് തിരിച്ചടിക്കുന്നു. പിന്നെ അടിച്ചു കഴിഞ്ഞാൽ അടുത്തത് പിന്നെയും വരുന്നു. ഇപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ ആ ഒരു തിരിച്ചുവരവൊക്കെ പലപ്പോഴും ഇന്ത്യയിൽ എസ്പെഷ്യലി മെസ്സിയുടെ ഒക്കെയുള്ള ആ ഒരു പ്രഭാവത്തിൽ മാത്രം തിരിച്ചു വന്നതായിരുന്നു എന്നുള്ളതാണ്. ആ ഒരു ഗെയിം റീഡ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള പലപ്പോഴും അർജന്റീനയുടെ കളി വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പൊ ഇങ്ങനത്തെ ആ ഒരു ഇമോഷൻ വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഇപ്പൊ തിരിച്ചടിക്കണം. ഇപ്പൊ സ്വാഭാവികമായിട്ടും അതിനങ്ങനെ വരുമ്പോൾ അതിൽ നിന്ന് വരുന്ന ആ ഷോക്കിൽ നിന്ന് വരുന്ന ഒരു ഇമോഷൻ ഉണ്ടല്ലോ, അത് വളരെ എക്സ്പ്രഷൻ അങ്ങോട്ട് വന്നിട്ടാണ് കളിയിൽ പ്രതിഫലിച്ചെന്നുള്ളതാണ്. അല്ലാതെ തുടക്കം മുതൽ ടീം പോലെ അങ്ങനെ കളിച്ചിട്ട് എന്താ പറയുക ടെക്നിക്കലി ഏറ്റവും നല്ല രീതിയിൽ പോയിട്ട് ഓരോ കളികൾ അങ്ങനെ വിജയിച്ചൊരു സംഭവം ഇല്ല. നോക്കുകയാണ് ഫസ്റ്റ് കളി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനെ മനസ്സിലാവും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ കളിയിൽ ഹാട്രിക്കാണ് മെസ്സിയിലൂടെ കാണിച്ചില്ലേ നമ്മളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഒരു ടീം എന്നുള്ള തുടക്കം മുതൽ നമുക്ക്, പക്ഷെ ഗ്രൂപ്പ് തലത്തിൽ നമ്മൾ അറിഞ്ഞില്ല മാത്രമേ ഉള്ളൂ. ഗ്രൂപ്പ് സ്റ്റേജിൽ നമ്മൾ ഓരോ ഘട്ടത്തിൽ പോകുമ്പോഴും അങ്ങനെ എക്സ്പോസ് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നായിരുന്നു. സെമി ഫൈനലിൽ വരെ നമ്മൾ മെസ്സി പോലും ചിത്രത്തിലുണ്ടായിരുന്നില്ല, ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നില്ല. സെക്കൻഡ് ഹാഫിലാണ് പിന്നെ എന്ത് ചെയ്തത്, അവിടെയും 2 ഗോളിനും മെസ്സിയാണ് ആക്ച്വലി എന്താ പറയുക വഴി വരുന്നിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് അതിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം. അതാണ് റൊണാൾഡോ ഫെനോമിനോ പറഞ്ഞതും. ടീം ബ്യൂട്ടിഫുൾ ഒരു ഫുട്ബോൾ കളിക്കുകയോ ഒന്നും ആയിരുന്നില്ല, മറിച്ച് മെസ്സിയുടെ ഒരു മികവ് അങ്ങനെ ജയിച്ച് പോയതാണ്. അവരുടെ ഒരു മനസാന്നിധ്യം, പോരാട്ടം, ഗ്രിറ്റ്, അതുകൊണ്ട് ജയിച്ചു പോയതാണ്. സ്പെയിനൊരു DNA ഉണ്ടായിരുന്നു, ഒരു ബ്യൂട്ടിഫുൾ ഗെയിം കളിക്കുന്ന DNA. ഈവൺ ബ്രസീലിൻ്റെ ജോഗോ ബൊണീറ്റോയെ പോലും സ്പെയിൻ മറികടന്നു കഴിഞ്ഞു എന്നാണ് റൊണാൾഡോ നസാരിയോ പറയുന്നത്. അപ്പോൾ അതാണ് അതിലൊരു യാഥാർത്ഥ്യം. തോറ്റാൽ നമ്മൾ തോൽവി അംഗീകരിക്കുക എന്നുള്ളതാണ്. ഈ പറയുന്ന പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നത് വളരെ മോശം പരിപാടിയാണെന്ന് മാത്രമാണ് നമുക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. എന്തായാലും കൂടുതൽ വിഷയങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.